എൻ്റെ പേര് ഹൈരി. വീട് ചങ്ങനാശ്ശേരിയിലാണ്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയ എൻ്റെ ഒരു കൊച്ചു അനുഭവമാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത്. തികച്ചും യാഥാർത്ഥ്യം മാത്രമാണ് ഇത്. ഞാൻ പ്രൈവറ്റായി ട്യൂട്ടോറിയൽ പഠിക്കുന്ന സമയത്ത് എനിക്കന്ന് ഒരു 21 വയസ്സ് ഉള്ള കാലമായിരുന്നു. പൊതുവെ പൊക്കം കുറവായ എന്നെ ഉണ്ട ഹരി എന്നാണ് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിരുന്നത്. ഒരു 7ാം ക്ലാസ്സുകാരന്റെ ഉയരം മാത്രമായിരുന്നു എനിക്കുള്ളത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാ കേട്ടോ. പണ്ട് പഠിക്കുന്ന കാലത്ത് എൻ്റെ ക്ലാസ്സിലെ പെൺകുട്ടികൾ വരെ കാർ ഓടിക്കാൻ പഠിച്ചിരുന്നു. എനിക്കും കാർ ഓടിക്കാൻ പഠിക്കണം എന്ന് അന്നേ തൊട്ടുള്ള ആഗ്രഹമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കാല് ശരിക്കും എത്താത്ത കാരണമാണ് എനിക്ക് ബൈക്ക് ഓടിക്കാൻ വരെ പേടിയായിരുന്നു. ബൈക്ക് ഓടിക്കുന്നതിലും എളുപ്പം കാർ ഓടിക്കാനാണെന്ന് എൻ്റെ കൂട്ടുകാർ പറഞ്ഞു. ഞാൻ കാർ ഓടിക്കാൻ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. അല്ലെങ്കിൽ അതൊരു നാണക്കേടാണെന്ന് ഞാൻ മനസ്സിലാക്കി. ശരിക്കും ചങ്ങനാശ്ശേരി ടൗണിൽ നിന്ന് ഉള്ളിലായി ഒരു കുഗ്രാമമാണ് എൻ്റെ നാട്. പറയുമ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. എൻ്റെ വീടിന് തൊട്ടടുത്ത് ഒരേ ഒരു ഡ്രൈവിംഗ് സ്കൂൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഗിരിജ ചേച്ചി നടത്തിയിരുന്ന ഗിരിജ ഡ്രൈവിംഗ് സ്കൂൾ. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ മിക്ക കുട്ടികളും 19 വയസ്സ് ആയി തുടങ്ങുമ്പോഴേക്ക് ലൈസൻസ് എടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്നാണ് എല്ലാ ആൺകുട്ടികളും ലൈസൻസ് എടുത്തത് എന്ന് പറയുന്നതാണ് സാരം. ഗിരിജ ചേച്ചിക്ക് വയസ്സൊരു 48 ഭർത്താവ് മിലിറ്ററിയിലും, ഒരു മോൾ ഉള്ളത് USA നേഴ്സാണ്. ചേച്ചി ഒരു പഞ്ചപാവമായിരുന്നേ. ആരോട് ദേഷ്യപ്പെടാതെ എല്ലാവരോട് സ്നേഹത്തോട് മാത്രം പെരുമാറുന്ന ഒരു പാവ സ്ത്രീ. അങ്ങനെ ഞാൻ ഗിരിജ ഡ്രൈവിംഗ് സ്കൂളിൽ ഒരു ശനിയാഴ്ച ചെന്നു. അവിടെ ഗിരിജ ചേച്ചിയും 3-4 വേറെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ചേച്ചിമാരും ഉണ്ടായിരുന്നു. സഹായത്തിനായിട്ട് ഗിരിജ ചേച്ചിയുടെ ഇളയ സഹോദരൻ ഗിരീഷേട്ടനും ഉണ്ടായിരുന്നു അവിടെ. എന്നെ എല്ലാവർക്കും പരിചയമാണ്. ഞാനും ഈ പറഞ്ഞ പോലെ ലേശം ആണത്തം കുറഞ്ഞ ഒരു പേടി തൊണ്ടനായ തൊട്ടാവാടിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്നെ കണ്ടത് എല്ലാവരും ചിരിച്ചു. ഇപ്പോഴെങ്കിലും ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിയല്ലോ ഹരി എന്ന് ഗിരീഷേട്ടൻ എന്നെ കളിയാക്കി. തമാശയ്ക്കാണെങ്കിലും അത്രയും പേരുടെ മുന്നിൽ വെച്ച് എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നു പോയിട്ടോ. എന്താണ് ഗിരി നീ ഈ കൊച്ചിനെ കളിയാക്കുന്നത്? നിന്നെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച പെട്ട പാടെ ഇവിടെ ഞാൻ പറയണോ? എത്ര തല്ലാ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്നത്? ഗിരി ചേച്ചി ഗിരീഷേട്ടനോട് ചെറുതായി കയർത്തു. അല്ല ചേച്ചി, ഞാൻ വെറുതെ തമാശയ്ക്ക്. ഒന്ന് പോയേ ഗിരി, ഒന്ന് വാങ്ങിക്കാതെ എൻ്റെ കൊച്ചിനെ കരയിപ്പിക്കുക, അവൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്തേക്ക് ശരിക്കും ചേർത്തി നിർത്തി. ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ കുറച്ച് പേടിയോടെ ചേച്ചിയുടെ ചേർന്ന് നിന്നു. കസേരയിലിരുന്ന ഗിരിജ ചേച്ചി എണീറ്റ് എൻ്റെ കണ്ണു തുടച്ചു. എന്നേക്കാൾ 3 ഇരട്ടി പൊക്കവും വണ്ണവുമുള്ള ഗിരിജ ചേച്ചി അവരുടെ എല്ലാ മുന്നിൽ വെച്ച് എന്നെ തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചു. നാണത്തോടെ ഞാനൊരു പൂച്ചയെ പോലെ ചേച്ചിയുടെ നെഞ്ചിലോട്ട് ചാഞ്ഞു നിന്നു. പിന്നെ പതിയെ ചേച്ചി എന്നെ അടർത്തി മാറ്റി. ഒരു തരം ലേഡീസ് പെർഫ്യൂമിൻ്റെയും ഒരു തരം വിയർപ്പിൻ്റെയും നാറ്റം മിക്സ് ചെയ്ത് എൻ്റെ മൂക്കിൻ്റെ അല്ല എൻ്റെ സിരകളിൽ ഇരച്ചു കയറിയിരിക്കുന്നു. ഞാൻ തെല്ലു പേടിയോടെ ഗിരിജ ചേച്ചിയെ നോക്കി. മോൻ ഏത് ദിവസങ്ങളിലാണ് ഡ്രൈവിംഗ് പഠിക്കാൻ വരുന്നത്? ഒരു ചെറു ചിരിയോട് ചേച്ചി എന്നോട് ചോദിച്ചു. ശനിയും ഞായറും എന്ന് ഞാൻ മറുപടി പറഞ്ഞു. കാരണം ആ ദിവസങ്ങളിൽ എനിക്ക് ശരിക്കും അവധിയാണ്. എന്നാൽ നാളെ ഞായറാഴ്ചയല്ലേ, നാളെ തന്നെ കുട്ടൻ പോര്. എന്താ? ശരി ചേച്ചി, ഞാൻ പറഞ്ഞു. പോകാൻ നേരം ഞാൻ ഗിരിജ ചേച്ചിയോട് ഫീസ് എത്രയാണെന്ന് ചോദിച്ചു. മോൻ ഫീസ് ഒന്നും തരണ്ട കൂട്ടാ, നാളെ ഇങ്ങ് പോന്നോട് എന്ന് ചേച്ചി സ്നേഹത്തോടെ എന്നോട് പറഞ്ഞു. എന്ത് നല്ല പാവം ചേച്ചി, എൻ്റെ പെറ്റമ്മയേക്കാൾ സ്നേഹമുണ്ടല്ലോ. ചുമ്മാതല്ല എല്ലാവരും പറയുന്ന ഗിരിജയോളം പാവം ഈ ചങ്ങനാശ്ശേരി ടൗണിൽ ആരും ഉണ്ടാകില്ല എന്ന്. ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി. പിറ്റേന്ന് ഞായറാഴ്ച കുളിയൊക്കെ കഴിഞ്ഞ് ചായയും കുടിച്ച് ഞാൻ ഒരു 8:30 ഡ്രൈവിംഗ് സ്കൂളിലെത്തി. അവിടെ പതിവ് പോലെ എല്ലാവരും ഉണ്ടായിരുന്നു. ഗിരിജ ചേച്ചിയും അനുജൻ ഗിരീഷേട്ടനും പിന്നെ ആ കുറച്ച് ചേച്ചിമാരൊക്കെ പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഗിരിജ ചേച്ചി ഒരു വെളുത്ത ചുരിദാറായിരുന്നു ഇട്ടിരുന്നത്. അതിൽ അവരുടെ ശരീരം ശരിക്കും പറഞ്ഞാൽ വ്യക്തമായി കാണാമായിരുന്നു. ഞാൻ ആലോചിച്ചു, ഗിരിജ ചേച്ചിയെ ഇത്രയും അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത്. ഞാനാണെങ്കിൽ ചേച്ചിയെ വേറൊരു രീതിയിൽ കണ്ടിട്ടില്ല. എൻ്റെ അമ്മയേക്കാൾ 2 വയസ്സിന് മൂത്തതാണ് ഗിരിജ ചേച്ചി. എനിക്ക് എൻ്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു. മോൻ രാവിലെ ചായ കുടിച്ചിട്ടാണോ വന്നത്? ഇല്ലെങ്കിൽ ചേച്ചി വരുത്തിക്കാം. വേണ്ട ചേച്ചി, ഞാൻ കുടിച്ചായിരുന്നു. ഞാൻ ചേച്ചിയോട് പറഞ്ഞു. എന്നാൽ നമുക്ക് പോകാം. ഞാൻ മൂളി. വണ്ടിയിൽ ഡീസൽ ഫുള്ളാണോ ഗിരി? ചേച്ചി ഗിരീഷേട്ടനോട് തിരികി.
ഫുൾ ടാങ്കാ ചേച്ചി, ധൈര്യമായിട്ട് പൊയ്ക്കോ. അല്ല, ഇന്ന് കുറച്ച് റൺ ചെയ്യേണ്ടി വരും. ഹരിക്കുട്ടൻ ആദ്യമല്ലേ, അവൻ ആദ്യം വണ്ടി ഓടിച്ച് കാണിക്കാൻ ഉണ്ട്. വാ ഹരി എന്ന് പറഞ്ഞ് ചേച്ചി എന്നെയും കൊണ്ട് ഒരു മാരുതിയിൽ കയറി. ഞാനും ചേച്ചിയും മാത്രം. ഞാൻ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ടടുത്ത് മുന്നിൽ തന്നെ ഇരുന്നു. ചേച്ചി ഗിയറും സ്റ്റാർട്ടിങ്ങും ബ്രേക്കും എല്ലാം ഓരോന്നായി എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ എല്ലാം മൂളിക്കെട്ടു. എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ ചേച്ചി വണ്ടി ഓടിച്ചു പോയി. മെല്ലെ മെല്ലെ ഞങ്ങൾ അങ്ങനെ പോയി. പകുതി എത്തിയപ്പോൾ ഉണ്ട് ചേച്ചി ഗിയർ മാറുന്നതിനിടയിൽ എൻ്റെ തുടയിൽ തൊട്ടു. ചേച്ചിയുടെ കൈ തട്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ എനിക്ക് തോന്നിയതാവും എന്ന് ഞാൻ ഓർത്തു. പിന്നെയും ചേച്ചി ഇത് തുടർന്നപ്പോൾ എനിക്കൊരു വേവലാതിയായി. ഞാൻ ശരിക്കും പറഞ്ഞ പരമാവധി മാറി ഒരുങ്ങിയിരുന്നു. ചേച്ചി പരമാവധി ഗിയർ മാറ്റുമ്പോൾ എൻ്റെ കാൽത്തുടകളിൽ കൈകൊണ്ട് മെല്ലെ കുത്തുന്നുണ്ടായിരുന്നു.